നമസ്കാരം കൂട്ടുകാരെ. ഇടുക്കി യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പം തലസ്ഥാന നഗരിയിലാണ് ഉള്ളത്. ഇനി കുറച്ച് എപ്പിസോഡുകൾ നമുക്ക് തിരുവനന്തപുരം നഗരത്തിലെ കാഴ്ചകൾ കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മാനവീയം റോഡിലാണ്. തെരുവ് കലാ സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് പേര് കേട്ട സ്ഥലമാണ് ഇത്. അപ്പോൾ നമുക്ക് ഈ മാനവീയ റോഡിൽ നിന്ന് തന്നെ നമ്മുടെ തിരുവനന്തപുരം യാത്ര നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിനോദസഞ്ചാരവുമായിട്ട് ബന്ധപ്പെടുത്തി തിരുവനന്തപുരത്തെക്കുറിച്ച് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള വിനോദസഞ്ചാരികളെയും തൃപ്തിപ്പെടുത്താനുള്ള കാഴ്ചകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അഗസ്ത്യാർ വനം, നെയ്യാർ ഡാം, മീൻമുട്ടി, കൊമ്പൈക്കാണി ജലപാതകൾ, പൊന്മുടി, പേപ്പാറ ഡാം, അരിപ്പ വിനോദോദ്യാനം, വർക്കല, അഞ്ചുതെങ്ങ്, വേളി, കോവളം, വിഴിഞ്ഞം, അങ്ങനെ പറഞ്ഞാലും തീരാത്ത കാഴ്ചകൾ ഇവിടെയുണ്ട്. കൂടാതെ കൊട്ടാരങ്ങളുണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രം, ഭീമാപ്പള്ളി, വെട്ടുകാട് പള്ളി, അങ്ങനെ നീളുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. അങ്ങനെ എണ്ണിയാലും പറഞ്ഞാലും കണ്ടാലും തീരാത്തത്ര കാഴ്ചകൾ വിനോദസഞ്ചാരികൾക്കായിട്ട് ഇവിടെയുണ്ട്. ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു വാക്സ് മ്യൂസിയം കാണാനാണ്. പണ്ടൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് തിരിച്ചു വരുന്നവർ മെഴുക് പ്രതിമകളെക്കുറിച്ച് ഇങ്ങനെ വാതോരാതെ പറയുന്നത് കേട്ടിരുന്നിട്ടുണ്ട് നമ്മൾ. വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും അത് നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ കടന്നു പോകുന്നതിൻ്റെ ഇടത് ഭാഗത്തായിട്ട് സെൻറ്റ് ജോസഫ് ചർച്ച് കാണാം. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പം ജുമാ മസ്ജിദും അതുപോലെ ഗണപതി ക്ഷേത്രവും അടുത്തടുത്തായിട്ട് കാണാം. കൂടാതെ കണ്ണിമേറ മാർക്കറ്റ്, VJT ഹാള്, പബ്ലിക് ലൈബ്രറി, യൂണിവേഴ്സിറ്റി കോളേജ്, കേരള സർവകലാശാലയുടെ ആസ്ഥാനം, നിയമസഭാ മന്ദിരം, ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം, രക്തസാക്ഷി മണ്ഡപം, കൂടാതെ ബ്രിട്ടീഷ് ഭരണകാലത്തെ നിരവധി ശേഷിപ്പുകൾ അവശേഷിപ്പിക്കുന്ന തലസ്ഥാനത്തെ പ്രധാന സ്ഥലം കൂടിയാണ് പാളയം. പാളയത്തിൻ്റെ കഥകൾ പറയാനായിട്ട് തന്നെ നമ്മൾ ഒരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. അപ്പം മ്യൂസിയം കാണുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 1-2 കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറയാം. ഇന്ത്യയിലെ ആദ്യത്തെ വാക്സ് മ്യൂസിയം എന്ന് പറയുന്നത് 2005 കന്യാകുമാരിയിലാണ് സ്ഥാപിക്കപ്പെട്ടത്. മായാപുരി വണ്ടർ വാക്സ് എന്നാണ് അതിൻ്റെ പേര്. ഇന്ത്യയിലെ ആദ്യത്തെ വാക്സ് മ്യൂസിയത്തിൻ്റെ പിന്നിൽ ഒരു മലയാളിയാണ് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. ആലപ്പുഴക്കാരനായ അദ്ദേഹത്തിൻ്റെ പേര് സുനിൽ കണ്ടല്ലൂർ എന്നാണ്. 25 വർഷങ്ങൾക്ക് മുന്നേ ഈ വാക്സ് മോഡലിങ്ങിൽ നിന്നും ഒരു പഠനം പോലും സാധ്യമല്ലായിരുന്നിട്ടും സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്താണ് അദ്ദേഹം ഈ കല. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ വാക്സ് സ്കൾപ്റ്റർ സുനിൽ കണ്ടല്ലൂരായി. സുനിൽ കണ്ടല്ലൂരിന് ഇന്ത്യയിൽ 3 മ്യൂസിയങ്ങളാണുള്ളത്. 2ാമത്തെ മ്യൂസിയം പൂനെയിലാണ്. 3ാമത്തെ മ്യൂസിയമാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അടുത്തായി സ്ഥാപിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വാക്സ് മ്യൂസിയത്തിൻ്റെ മുമ്പിലെത്തി. ഒരു വാക്സ് മ്യൂസിയം കാണുക എന്നത് എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് കാണാം. ആദ്യത്തെ അനുഭവം ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഞെട്ടൽ ഉണ്ടായി. ജീവനുള്ള നമ്മുടെ മഹാത്മാവ്, ഇതാണ് മോനെ ഒരു കലാകാരൻ്റെ കഴിവ്. ആ കൈയുടെയൊക്കെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് കാണണം. ഓരോ രോമം പോലും 100% പെർഫെക്റ്റ്. അപ്പം ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് കാണുന്നതിൻ്റെ ഒരു സുഖം കളയുന്നില്ല.
ഈ കഴിഞ്ഞ ജൂലൈ 13-ാം തീയതിയാണ് ഇവിടെ ഇങ്ങനെ ഒരു മ്യൂസിയം തുടങ്ങിയത്. ഇവിടെ ഏകദേശം 30ഓളം പ്രതിമകളുണ്ട്. നമ്മൾ കാണുന്ന പോലെ നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാൽ സാറിൻ്റെ പ്രതിമ ഇവിടെയുണ്ട്. രജനീകാന്ത്, ഇന്നസെൻറ്റ്, വിരാട് കോഹ്ലി, സച്ചിൻ ടെണ്ടുൽക്കർ, ബാഹുബലിയായി അഭിനയിച്ച പ്രഭാസ് എന്നിവരുടെയൊക്കെ പ്രതിമകൾ ഇവിടെയുണ്ട്. ഈ മെഴുക് പ്രതിമ നിർമ്മാണം തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ മോഡലാണോ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് അവരെ പോയി കാണുക, അവരുടെ മെഷർമെൻറ്റ്സ് എടുക്കുക, മെഷർമെൻറ്റ്സ് എടുത്തതിന് ശേഷം ഫോട്ടോഗ്രാഫ്സ് എടുക്കുക. ആ ഫോട്ടോഗ്രാഫ്സിനും മെഷർമെൻറ്റ്സും അനുസരിച്ച് ക്ലേയിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് മോൾഡാക്കും. പിന്നെ അതിനുശേഷം ഡിഫറെൻറ്റ് പ്രോസസ്സുണ്ട്. അങ്ങനെയാണ് ഈ പ്രതിമ ചെയ്യുന്നത്. സുനിൽ കണ്ടല്ലൂർ മെഴുക് പ്രതിമ നിർമ്മാണം തുടങ്ങിയ സമയങ്ങളിൽ അദ്ദേഹം ഒരു പ്രതിമ ചെയ്യുവാൻ ഏകദേശം 7 മാസത്തോളം എടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അദ്ദേഹം ഒരു പ്രതിമ ചെയ്യാനിപ്പം 1 മാസത്തെ സമയം കൊണ്ട് ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന് 1 മാസ കാലയളവിനുള്ളിൽ ഒരു പ്രതിമ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ മ്യൂസിയത്തിൽ ഗാന്ധിജി, നെഹ്റു അങ്ങനെയുള്ള ഒരുപാട് മഹാന്മാരുടെ പ്രതിമകൾ ഇവിടെയുണ്ട്. അവരുടെയൊക്കെ ആക്ച്വൽ മെഷർമെൻറ്റ്സ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗൂഗിളിൽ നിന്ന് വളരെ നല്ല ഫോട്ടോസ് കളക്ട് ചെയ്ത് അതിനനുസരിച്ച് ആ മെഷർമെൻറ്റ്സിനനുസരിച്ച് ആ ഫോട്ടോസ് അനലൈസ് ചെയ്തിട്ട് ആണ് ആ മോഡൽസൊക്കെ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ 30ഓളം പ്രതിമകളാണ് സുനിൽ വാക്സ് മ്യൂസിയം ട്രിവാൻഡ്രത്തുള്ളത്. ഇനി നമ്മൾ ഓരോ മാസവും പുതിയ പ്രതിമകൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. സഖാവ് പിണറായി വിജയൻ, നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ പ്രതിമ ഉടനെ ചെയ്യണം. അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മമ്മൂട്ടി, പിന്നെ വിജയ് തുടങ്ങിയവരുടെ പ്രതിമകളും ഉടനെ ഈ മ്യൂസിയത്തിൽ ഒരു 3 മാസത്തിനുള്ളിൽ ഈ 3 പ്രതിമകൾ ഇവിടെ ആഡ് ചെയ്യും. ഇവിടെ കുട്ടികൾ ഒരുപാട് വരാറുണ്ട്. അവർക്ക് സ്കൂൾ ട്രിപ്പുകളൊക്കെ ഒരുപാട് വരാറുണ്ട്. അവർക്കൊക്കെ ഞങ്ങൾ ഡിസ്കൗണ്ടുകളും കൊടുക്കാറുണ്ട്, നല്ല ഡിസ്കൗണ്ടുകളും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷണൽ മ്യൂസിയമായിട്ട് നമുക്ക് കണക്കാക്കാം. അങ്ങനെ അതിസുന്ദരമായ, ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം. ഒപ്പം സുനിൽ കണ്ടല്ലൂർ എന്ന ഈ കലാകാരൻ മലയാളിയാണ് എന്ന അഹങ്കാരത്തോടെയും നമുക്ക് ഇവിടുന്ന് യാത്രയാവാം. അതിനു മുന്നേ ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി വഴി ഞാൻ പറഞ്ഞു തരാം. തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ നേരെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്തായി എത്തുക. അവിടെ ആനന്ദവിലാസം അനക്സിലാണ് സുനിൽ വാക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം അവധികളൊന്നുമില്ലാതെ 9 to 9 പ്രവർത്തിക്കുകയാണ് ഈ മ്യൂസിയം.
ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് തീറ്റയും കറക്കവുമാണ്, അതിലും ജോയിൻ ചെയ്യണം. അപ്പോൾ കൂടുതൽ തിരുവനന്തപുരം വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരെ കൂട്ടുകാരെ, ബായ്.